കർണാടക മുഖ്യമന്ത്രി ആദരണീയനായ സിദ്ധാരാമയ്യ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അധ്യക്ഷ പ്രസംഗം മാറ്റി ഉദ്ഘാടനത്തിന് സമയം തന്ന ബഹുമാനായ അധ്യക്ഷൻ വലിയ സൗകര്യമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഇന്നിവിടെ എത്തേണ്ടതുകൊണ്ട് രാവിലെ സാധാരണ നടക്കുന്ന മന്ത്രിസഭാ യോഗം 12 മണിക്ക് മാറ്റിവെച്ചിരുന്നു. അപ്പം അതുകൂടി മനസ്സിലാക്കിയാണ് അദ്ദേഹം അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. രണ്ടാമത്തത്, ഇതിനു ശേഷം ചെറിയൊരു മര്യാദകേട് കാണിക്കേണ്ടി വരികയാണ്. അതായത്, ബഹുമാനായ കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഞാൻ കൂടി വേദിയിലുണ്ടാവുക എന്നതാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷേ ക്യാബിനറ്റ് യോഗമായതുകൊണ്ട് അതിന് സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ അതും അംഗീകരിച്ച് നൽകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ശിവഗിരി തീർത്ഥാടനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന് നിത്യ പ്രചോദനമാണ്. ആ തീർത്ഥാടനത്തിന് 93 വർഷമാവുകയാണ്. 3 വർഷം കൂടി കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദിയും വരികയാണ്. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സാന്നിധ്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ ഗുരു സന്നിവേശിപ്പിച്ച ദർശന മാഹാത്മ്യവും സംഭവിച്ചിട്ട് 1 നൂറ്റാണ്ടോളം ആവുന്നു. 1 നൂറ്റാണ്ടിനും അപ്പുറം നമ്മുടെ നാട്ടിൽ നടമാടിയിരുന്ന ആശാസ്യമല്ലാത്ത പ്രവണതകൾക്കെതിരായിരുന്നുവല്ലോ ഗുരു പറഞ്ഞതും പ്രവർത്തിച്ചതും. ജീവിത ചുറ്റുപാടുകളിൽ കാണുകയും അനുഭവിക്കാനിടയാവുകയും ചെയ്ത അസംബന്ധ പ്രവണതകൾക്കെതിരെയായിരുന്നു അദ്ദേഹം ഓരോ വാക്കും ഉരുവിട്ടത്. ദൈവദശകമോ ദർശനമാലയോ ആത്മോപദേശതകമോ അനുകമ്പാ ദശകമോ പോലുള്ള കൃതികൾ രചിച്ചതും ഇത്തരം അനുഭവ സാക്ഷ്യത്തിൽ നിന്നാണ്. അരിയൂർപ്പുറത്തെ പ്രതിഷ്ഠയിൽ പറഞ്ഞ സോദരത്വേന പല രൂപങ്ങളിൽ ഗുരുവിൻ്റെ എല്ലാ കൃതികളുടെയും അന്തർധാരയായി പ്രവഹിക്കുകയും ചെയ്തു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയോടെയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്കറിവുള്ളതാണല്ലോ. ഈ പ്രതിഷ്ഠയിലൂടെ ഗുരു നൽകിയത് അന്ന് നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശം തന്നെയായിരുന്നു. ഗുരുവിൻ്റെ സാന്നിധ്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ ഗുരു സന്നിവേശിപ്പിച്ച ദർശന മാഹാത്മ്യവും സംഭവിച്ചിട്ട് 1 നൂറ്റാണ്ടോളം ആവുന്നു. 1 നൂറ്റാണ്ടിനും അപ്പുറം നമ്മുടെ നാട്ടിൽ നടമാടിയിരുന്ന ആശാസ്യമല്ലാത്ത പ്രവണതകൾക്കെതിരായിരുന്നുവല്ലോ ഗുരു പറഞ്ഞതും
പ്രവർത്തിച്ചതും. ജീവിത ചുറ്റുപാടുകളിൽ കാണുകയും അനുഭവിക്കാനിടയാവുകയും ചെയ്ത അസംബന്ധ പ്രവണതകൾക്കെതിരെയായിരുന്നു അദ്ദേഹം ഓരോ വാക്കും ഉരുവിട്ടത്. ദൈവദശകമോ ദർശനമാലയോ ആത്മോപദേശതകമോ അനുകമ്പാ ദശകമോ പോലുള്ള കൃതികൾ രചിച്ചതും ഇത്തരം അനുഭവ സാക്ഷ്യത്തിൽ നിന്നാണ്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ പറഞ്ഞ സോദരത്വേന പല രൂപങ്ങളിൽ ഗുരുവിൻ്റെ എല്ലാ കൃതികളുടെയും അന്തർധാരയായി പ്രവഹിക്കുകയും ചെയ്തു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠയോടെയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്കറിവുള്ളതാണല്ലോ. ഈ പ്രതിഷ്ഠയിലൂടെ ഗുരു നൽകിയത് അന്ന് നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശം തന്നെയായിരുന്നു. ജാതി വ്യത്യാസത്തിൻ്റെ കന്മതിലുകൾ തീർത്ത ഈ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ലാതെ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു. അങ്ങനെ പ്രതീകാത്മകമായ ഒരു വിപ്ലവത്തിന് പ്രാരംഭം കുറിക്കുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ചെയ്തത്. അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണവ്യവസ്ഥ രാജാധികാരത്തിലും നാടുവാഴിത്തത്തിലും കെട്ടിപ്പൊക്കിയതായിരുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും അധികാരം കൈയാളുകയും ബഹുജനമാകെ അടിമത്തത്തിൻ്റെ അപമാനഭാരം പേറി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആദ്യപടിയായിരുന്നു ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുക എന്നത്. ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുക എന്നതിനർത്ഥം ജാതി വ്യവസ്ഥകളുടെ യുക്തിയെ തകർക്കുക എന്നതായിരുന്നു. അന്നത്തെ നാടുവാഴി ജന്മിവ്യവസ്ഥയുടെ ധാർമ്മികത ജാതിയായിരുന്നു. മേൽജാതി കീഴ്ജാതി എന്നിങ്ങനെ തട്ടുകളായി വിഭജിക്കപ്പെട്ട ജാതിഘടനയുടെ ചട്ടക്കൂടിലാണ് മനുഷ്യനെ തന്നെ അടിമകളാക്കി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. ആ ചൂഷണ വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്ന ബ്രാഹ്മണ്യത്തിനെതിരെയാണ് ശ്രീനാരായണ ചിന്തയുടെ ആയുധം ഉയർന്നത്. ഈ ക്ഷത്രിയ ബ്രാഹ്മണ അധികാര വ്യവസ്ഥയാകട്ടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ അധീശാധികാരത്തിന് കീഴ്പ്പെട്ടു നിൽക്കുന്നതുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും എന്നതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെയും അധികാരപ്രയോഗത്തിനെതിരെ ഉയർന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെ കലാപം തന്നെയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ. ജാതി അന്ന് ഒരു സാമൂഹ്യ വ്യവസ്ഥ മാത്രമായിരുന്നില്ല, അടിസ്ഥാനപരമായ ഉൽപാദന ബന്ധങ്ങളെപ്പോലും നിയന്ത്രിച്ചിരുന്നത് കൂടിയായിരുന്നു ജാതി. ഓരോ ജാതിക്കും ഓരോ തൊഴിൽ, ഓരോ ജാതിക്കുമുള്ള മേൽക്കീഴ് വ്യവസ്ഥകൾ തൊഴിലിനും ബാധകമായിരുന്നു. തൊഴിലിന് മാത്രമല്ല, കൂലിക്കും അവകാശങ്ങൾക്കും ചുമതലകൾക്കും അടിസ്ഥാനം ജാതി തന്നെയായിരുന്നു. ജാതി ഒരു നിയമവ്യവസ്ഥ കൂടിയായിരുന്നു. ഓരോ ജാതിക്കും ഓരോ നിയമങ്ങൾ, ഓരോ നിയമത്തിനും കർക്കശമായ അതിർവരമ്പുകൾ, നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾക്ക് പോലും ജാതിഘടനയുടെ മേൽക്കീഴ് ബന്ധമുണ്ടായിരുന്നു. സവർണൻ
അവർണ്ണനെ തല്ലിക്കൊന്നാൽ അയാൾക്ക് ഒരു തരം ശിക്ഷയുമില്ല. മറിച്ചായാൽ ശിക്ഷ ദണ്ഡനവും മരണവും. തീണ്ടലിന് കാരണം അവർണ്ണനായാലും സവർണ്ണനായാലും ശിക്ഷ അവർണ്ണന് മാത്രം. എന്ന് പറഞ്ഞാൽ ജാതി ഒരു മർദ്ദനോപകരണമായിരുന്നു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ജാതി എന്നത് ഭരണകൂടം തന്നെയായിരുന്നു. ഇത്തരമൊരു കാലസന്ധിയിൽ നിന്നുകൊണ്ടാണ് ജാതിഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനത്തെ ഗുരു സ്വപ്നം കണ്ടത്. അതായത് ആരും ആരുടെ മേലും അധികാരപ്രയോഗം നടത്താത്ത സ്വച്ഛന്തമായ സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹ്യ ഐക്യത്തിൻ്റെയും സന്ദേശം തന്നെയാണിത്. ഒരു ജാതി വ്യവസ്ഥയുടെ മേൽക്കോയ്മ തകർത്ത് മറ്റൊരു ജാതി വ്യവസ്ഥ അടിച്ചേൽപ്പിക്കാനുള്ളതായിരുന്നില്ല. മറിച്ച് ജാതീയതയില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാനായിരുന്നു ഗുരു ശ്രമിച്ചത്. ഇത് പ്രത്യേകം ഓർമ്മ വയ്ക്കേണ്ട കാര്യമാണ്. ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല എന്ന പ്രഖ്യാപനത്തെ ഈ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ അത് ഇന്നത്തെ ദേശകാല പരിസ്ഥിതിയിൽ ഏറ്റവും പ്രസക്തമായിരിക്കും. ചരിത്രത്തെയും സംസ്കാരത്തെയും ദേശീയ തലത്തിൽ ഭരണകൂടാധികാരം തന്നെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ ഏകാത്മകമായി അവതരിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ബഹുസ്വരത, ഉപസംസ്കൃതികൾ തകർക്കപ്പെടുന്നു. ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനങ്ങളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നു. മനുഷ്യൻ്റെ യുക്തിചിന്തയെയും സ്വാതന്ത്ര്യദാഹത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. ഇത് സാംസ്കാരിക ഫാസിസത്തിൻ്റെ ദൗത്യം തന്നെയാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണം. ഗുരുവിൻ്റെ സോദരത്വേന എന്ന സന്ദേശം നമ്മുടെ ഭരണഘടനയുടെ ആമുഖ വചനങ്ങളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. എല്ലാ മതജാതി വൈജാത്യങ്ങളുടെയും വിഭജന മതിലുകൾക്കുമപ്പുറം മനുഷ്യൻ ഒന്നാണെന്നും അത് മനുഷ്യത്വത്തിൻ്റെ ജാതി തന്നെയാണെന്നുമുള്ള കാലാതീതമായ കാഴ്ചപ്പാട് ഗുരു മുന്നോട്ട് വെച്ചു. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ല ഇന്നേ വരെ എന്ന് വയലാർ പാടിയത് മതങ്ങൾക്കു മേലെ മനുഷ്യനെ പ്രതിഷ്ഠിച്ച ഗുരുവിൻ്റെ മധുരോദാരമായ മാനവികതയുടെ ഘോഷണമാണ്. ലോകം നേരിടുന്ന ഏത് സംഘർഷങ്ങൾക്കും ദുരന്തങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സർവരോഗ നിവാരണി കൂടിയാണ് ഗുരുവിൻ്റെ മനുഷ്യസങ്കല്പം. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴും ആ സങ്കല്പങ്ങൾക്ക് പ്രസക്തി ഏറി വരുന്നു. ഇതുതന്നെ ഗുരുവചനങ്ങളുടെ കാലാതിവർത്തിയായ സാങ്കത്യം വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഗുരു കേവലം ഒരു സന്യാസിയായിരുന്നില്ല. സാധാരണ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശുഭങ്കാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ അധ്യാത്മചിന്തകളിൽ മാത്രം മുഴുകിക്കഴിയുകയാണ് ചെയ്യുന്നതെങ്കിൽ ഗുരു ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. മനുഷ്യരിലേക്കും അവരുടെ ജീവിത വഴികളിലേക്കും
അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവിടെ തൻ്റെ മനുഷ്യത്വ മഹാമന്ത്രങ്ങൾ കൊണ്ട് പ്രകാശം ചൊരിഞ്ഞു. അന്ധകാരജടിലമായ ആചാരങ്ങളെ മാത്രമല്ല, അന്ധകാരം കൂടുവച്ച മനസ്സുകളെയും മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഫ്രഞ്ച് ചിന്തകനായ റൊമെയിൻ റോളണ്ട് കർമ്മനിരതനായ ജ്ഞാനി എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ജ്ഞാനിയുടെ ഈ കർമ്മനിഷ്ഠയുടെ പ്രതിസ്പന്ദങ്ങളാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിലും നമുക്ക് കാണാൻ കഴിയുക. ഗുരു സമാധിയാകുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശം നൽകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1928 ജനുവരി 16 കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിന് സമീപത്തെ ഒരു തേന്മാവിൻ ചുവട്ടിൽ ഗുരു വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗൃഹസ്ഥ ശിഷ്യന്മാരായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ റൈറ്ററും ചേർന്ന് ഗുരുവിനോട് തീർത്ഥാടനത്തിന് അനുമതി തേടിയത്. ഗുരു അനുമതി നൽകുകയും ചെയ്തു. ആദ്യം ഗുരു പറഞ്ഞത് ശിവഗിരി തീർത്ഥാടനം ഈഴവരുടെ മാത്രം തീർത്ഥാടനമായി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ട് ചില നിബന്ധനകളും ഗുരു ഇരുവരുടെയും മുന്നിൽ വെച്ചു. തീർത്ഥാടകർ ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധികളായ വാക്ശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവ അനുഷ്ഠിച്ച് ആത്മോപദേശ അഷ്ടോത്തരാദി മന്ത്രങ്ങൾ ജപിച്ച് സർവസാഹോദര്യ മന്ത്രങ്ങൾ സ്മരിച്ച് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി 1 അറിവിൻ്റെ തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തിച്ചേരണമെന്ന് നിർദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനം ഒരു സർവമത ദർശന സമന്വയത്തിൻ്റെ തീർത്ഥാടനമായിരിക്കണം എന്നാണ് ഗുരു കണ്ടത്. ഇവിടെയും പാപക്കറ കഴുകിക്കളഞ്ഞ് പുണ്യം നേടുക എന്ന കേവലമായ തീർത്ഥാടനത്തിൻ്റെ സ്ഥലരാശിയിലല്ല ഗുരു സഞ്ചരിച്ചത് എന്ന് കാണാം. മറിച്ച് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ അകമ്പൊരുളായ ഭൗതിക ജീവിത പുരോഗതിയുടെ അതിരുകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടി തീർത്ഥാടനം ലക്ഷ്യമിടണമെന്നായിരുന്നു. തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന ഗുരുവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ വല്ലഭശ്ശേരിക്കും കിട്ടൻ റൈറ്റർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗുരു ഏത് പ്രവർത്തിക്കും ലക്ഷ്യം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈവിരലുകൾ മടക്കി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച 8 കാര്യങ്ങൾ നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിവയായിരുന്നു ആ 8 വഴികൾ. ഈ ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ളവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കണമെന്നും എല്ലാവർക്കും ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ സൗകര്യമൊരുക്കണമെന്നും അവയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെന്നും അതുവഴി സമൂഹത്തിനും രാജ്യത്തിനാകെ തന്നെയും പുരോഗതി ഉണ്ടാകുമെന്നും ഗുരു പറഞ്ഞു. ഗുരു നിർദ്ദേശിച്ച 8 കാര്യങ്ങളിൽ ഈശ്വരഭക്തി എന്ന ഒറ്റ കാര്യം മാത്രമേ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതായുള്ളൂ എന്നത് ശ്രദ്ധിക്കണം. അതാകട്ടെ പറഞ്ഞത് 3ാമത്തെ കാര്യമായാണ്. ബാക്കി 7 കാര്യങ്ങളും ഭൗതിക ജീവിത പുരോഗതിക്ക് ആധാരമായവയാണ്. പ്രഥമ പരിഗണന നൽകിയതാവട്ടെ വിദ്യാഭ്യാസത്തിന് അഥവാ അറിവ് സമ്പാദനത്തിന്. മറ്റു മേഖലകളിൽ ഈ അറിവിൻ്റെ പ്രയോഗം അർത്ഥപൂർണമായി നടത്തുമ്പോഴാണ്
സാമൂഹ്യ ജീവിതം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന അത്യന്തം ശാസ്ത്രീയമായ ഉൾക്കാഴ്ച ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഗുരുവിൻ്റെ വചനങ്ങളിലൂടെ നാം അറിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വത്തിനു കൂടി തെളിവാണ്. ഗുരു ചിന്തിച്ച വഴിക്കാണല്ലോ നാം ഇന്ന് IT-യിൽ AI-യിലൊക്കെ ഊന്നുന്നതും വിജ്ഞാന സമ്പദ്ഘടനയെയും വിജ്ഞാന സമൂഹത്തെയുമൊക്കെ സൃഷ്ടിക്കുന്നതും. എന്തുകൊണ്ടാണ് ഗുരു വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകിയത്? വിദ്യ കൊണ്ട് മാത്രമേ അടിമത്തത്തിലും അസ്വാതന്ത്ര്യത്തിലുമാണ്ട മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഗുരുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകൂ എന്ന പ്രബോധനം ഗുരു നൽകിയത്. ഗുരുവിൻ്റെ ഈ സന്ദേശത്തിൻ്റെ സാരസർവസ്വവും ഉൾക്കൊണ്ടാണ് കേരളത്തിൽ പുരോഗമന ശക്തികൾ പ്രവർത്തിച്ചു പോരുന്നതെന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐക്യ കേരളപ്പിറവിക്ക് ശേഷം നടന്ന കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന EMS സർക്കാർ 1957 തന്നെ സ്വീകരിച്ച ആദ്യ 2 നിയമ നടപടികൾ, ഒന്ന് ഭൂപരിഷ്കരണവും 2 വിദ്യാഭ്യാസ പരിഷ്കരണവുമായിരുന്നു. ജാതി വിവേചനങ്ങളുടെ പേരിൽ വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുകയും പ്രവേശനം ലഭിച്ചവർക്ക് പോലും ഫീസ് നൽകി പഠിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് 57 സർക്കാർ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കിയത്. ഇതിനുശേഷം 1967 EMS സർക്കാർ 2ാം തവണ അധികാരത്തിലെത്തിയപ്പോഴാണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത്. ഈ 2 നിയമ നടപടികളുടെയുമാണ് പിൽക്കാലത്ത് രാജ്യാന്തര പ്രശസ്തമായി മാറിയ കേരള മോഡൽ വികസിച്ചു വന്നത്. ജാതീയമായും സാമൂഹ്യമായും അടിച്ചമർത്തപ്പെട്ടിരുന്ന പിന്നോക്ക വിഭാഗങ്ങളെയാകെ അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകാശപൂർണമായ വഴികളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രബോധനം തന്നെയാണ് ആ കാലത്ത് നടപ്പാക്കിയത്. ഗുരുവിൻ്റെ ഈ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2016 അധികാരത്തിലെത്തിയപ്പോൾ കേരള ജനതയാകെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യം വെച്ച് 4 മിഷനുകൾ നടപ്പിലാക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. സ്കൂൾ വരാന്തയിലേക്ക് പോലും എത്തിനോക്കാൻ ഒരു കാലത്ത് കഴിയാതിരുന്ന സാധാരണക്കാരുടെ മക്കൾ ഇന്ന് ഹൈടെക് ക്ലാസ് മുറികളിരുന്നാണ് പഠിക്കുന്നത്. കിഫ്ബിയുടെ പിന്തുണയിൽ ഇതിനകം കേരളത്തിൽ 50,000-ലേറെ ഹൈടെക് ക്ലാസ് മുറികളാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ക്ലാസ് മുറികൾ മാത്രമല്ല, പാഠ്യപദ്ധതിയും ഈ വീക്ഷണത്തോടെയാണ് പരിഷ്കരിക്കുന്നത്. കുട്ടികളുടെ സാമൂഹ്യബോധവും ശാസ്ത്രചിന്തയും ഭാവനയും ഒക്കെ വികസിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അധികാരം കയ്യിലുള്ള പലരും അശാസ്ത്രീയവും അസംബന്ധജടിലവുമായ കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് പരമപ്രാധാന്യം നൽകുന്നതെന്നതും കാണേണ്ടതാണ്. അമേരിക്കക്കാരായ
ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ചേർന്ന് 1903 വിമാനം കണ്ടുപിടിച്ചു എന്ന് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നവരാണ് നമ്മളെല്ലാം. എന്നാൽ ഇന്ന് ചിലർ പറയുന്നത് എന്ന് ജീവിച്ചിരുന്നുവെന്ന് പോലും കൃത്യതയില്ലാത്ത ഭരദ്വാജ മഹർഷിയാണ് വിമാനം കണ്ടുപിടിച്ചത് എന്നാണ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് 1926 ജനുവരി 26 സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ജോൺ ലോഗി ബേർഡാണെന്ന ശാസ്ത്രസത്യം ഇരിക്കെയാണ് ധൃതരാഷ്ട്രർക്ക് യുദ്ധം വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കാൻ സഞ്ജയൻ TV കണ്ടുപിടിച്ചെന്ന് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത്. സമാനമായ ഒത്തിരി കെട്ടുകഥകളും വിചിത്ര കാര്യങ്ങളും കൊണ്ട് വിദ്യാഭ്യാസ രംഗം കലുഷമാക്കുകയാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും. അതിൻ്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഗുരു എന്നും ചെറുതോൽപ്പിക്കാൻ ശ്രമിച്ച അന്ധവിശ്വാസങ്ങളെ സിലബസിൽ ഉൾച്ചേർക്കുന്നത് ഗുരുവിൻ്റെ യുക്തിപൂർണമായ വിദ്യാഭ്യാസ ചിന്തയെ ധിക്കരിക്കലാണ് എന്ന് മാത്രം പറയട്ടെ. ഗുരു നിർദ്ദേശിച്ച ശുചിത്വം എത്രയേറെ പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള മിഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഹരിത കേരളം പദ്ധതി നടപ്പാക്കി വരുന്നത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് പദ്ധതിയും ആരോഗ്യമേഖല കുറ്റമറ്റതാക്കുന്നതിനുള്ള ആർദ്രം പദ്ധതിയും ഗുരു ചൂണ്ടിക്കാട്ടിയ സഹജീവിയെക്കുറിച്ച് പാലിക്കേണ്ട കരുതലിൻ്റെ അനുബന്ധങ്ങളാണ്. ഗുരു മുന്നോട്ട് വച്ച കൃഷിയുടെയും ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും സന്ദേശങ്ങളും സർക്കാർ ഫലപ്രദമായി നിർവഹിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഗുരുവിൻ്റെ മൂല്യവത്തായ സന്ദേശങ്ങളെ മുൻനിർത്തി മൂർത്തമായ ചില കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം കൂടി ഇവിടെ പങ്കുവെക്കട്ടെ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഗുരു പ്രതിമ, സാംസ്കാരിക സമുച്ചയം, സർവമത സമ്മേളന ശതാബ്ദി, ദൈവദശക ശതാബ്ദി, ജാതിയില്ലാ വിളംബര വാർഷിക ശതാബ്ദി, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയെ രാജ്യത്തിൻ്റെ ആധുനിക നിയമവ്യവസ്ഥയാക്കി പുനഃസ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ ഇന്ന് നടക്കുകയാണ്. രാഷ്ട്രീയവും അധികാരവും ഒരുപോലെ സംഘടിതമായി പ്രവർത്തിക്കുകയാണ് ഈ ലക്ഷ്യത്തോടെ. ആ ശ്രമങ്ങൾ വിജയിച്ചുകൂടാ. അതിനെതിരായ പോരാട്ടങ്ങൾക്ക് ജാതിമതഭേദങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ എല്ലാ എതിർപ്പുകളെയും ചെറുത്തുകൊണ്ട് നീക്കിവെക്കുകയും പൊരുതുകയും ചെയ്ത ഗുരുവിൻ്റെ ജീവിത സന്ദേശം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിക്കും ചുമതലയുണ്ട്. ഒരു മതത്തിൻ്റെ രാഷ്ട്രമെന്ന സങ്കല്പം പല മതസാരവുമേകം എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ വചനങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടും? പൊരുത്തപ്പെടില്ല എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സങ്കോചം വരുന്നെങ്കിൽ അത് ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നതിനൊപ്പമുള്ള ഗുരുനിന്ദ തന്നെയാവും. ഒരു ഗുരുഭക്തനും ആ വഴിക്ക് പോവില്ല എന്ന് ഉറപ്പാണ്. വിവിധ ജാതിമത വിഭാഗങ്ങളുടെ വിഘടിച്ച് നിന്നുള്ള ഏകീകരണം ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെ ദുർബലപ്പെടുത്തും. ജനാധിപത്യ മതേതര രാഷ്ട്രഘടന നിലനിൽക്കാൻ ഗുരു സന്ദേശവും അതുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്ന പുരോഗമന ശക്തികളുടെ സന്ദേശവും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണ്.
ഇങ്ങനെയുള്ള ഒരു സമന്വയം ഉണ്ടാവുന്നതിനെ ഭയക്കുന്ന ശക്തികൾ ഇവിടെയുണ്ട് എന്ന് നാം അറിയണം. അത് സ്വത്വവാദാത അടിസ്ഥാനത്തിൽ ജനസമൂഹത്തെ ഭിന്നിപ്പിക്കുകയും അങ്ങനെ അധികാരം നിലനിർത്താമെന്ന് കരുതുകയും ചെയ്യുന്നവരാണ്. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് 93ാമത് ശിവഗിരി തീർത്ഥാടനം ഇത്തവണ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിരുകൾക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണം. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തെ, ഒരുമയെ, സാഹോദര്യത്തെ, മൈത്രിയെ എല്ലാം ലോകത്തിന് കാട്ടിക്കൊടുത്ത യഥാർത്ഥ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരു. ലോകത്തെ മുഴുവൻ വിമോചിപ്പിക്കാനുള്ള ദർശന മഹിമ നൽകിയ ഗുരുവര്യനാണ് അദ്ദേഹം. ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അദ്ദേഹത്തിൻ്റെ ദർശന മഹിമയും അതിൻ്റെ സൂര്യവെളിച്ചത്തിൽ നടത്തിവരുന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങളും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാൻ കഴിയും. നമ്മുടെ നാടിനെയാകെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചതും ആ ദർശന പെരുമ തന്നെയാണ്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഗുരുദർശനങ്ങളോട് നീതി പുലർത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മൈത്രിയിൽ അധിഷ്ഠിതമായ നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് കാവൽ നിൽക്കുന്ന നിലപാടുകളും അതിനെ തകർക്കുന്ന നിലപാടുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ശ്രീനാരായണ ചിന്ത ഇതിനിടയിൽ ഒരു നിഷ്പക്ഷത പാലിക്കലിനെ അനുവദിക്കുന്നില്ല. അത് പൊതു ജീവിത ഭദ്രതയെ സംരക്ഷിക്കുന്ന നിലപാടിനൊപ്പമേ നിൽക്കാൻ അനുവദിക്കൂ. തകർക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കാൻ അനുവദിക്കുന്നില്ല. ഈ വെളിച്ചം കൂടി മനസ്സിൽ കൊളുത്തിവെക്കാൻ നമുക്കേവർക്കും കഴിയണം. അതാണ് പുകൾപെറ്റ ഈ ശിവഗിരി തീർത്ഥാടന കാലത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ശിവഗിരി തീർത്ഥാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.